BJP പ്രതിനിധി നിശാന്ത് സുഗുണനിലേക്കാണ്. ശ്രീ നിശാന്ത് സുഗുണൻ, BJP അടക്കം കോൺഗ്രസ് അടക്കം ഈ സംഭവം ഉണ്ടായപ്പോൾ മുതൽ ഇവിടുത്തെ കോർപ്പറേഷനെയും അതുപോലെ സർക്കാരിനെയും വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു ശൈലി തുടർന്നു വരികയാണ്. കഴിഞ്ഞ 46 മണിക്കൂർ നേരത്തെ നിതാന്ത പരിശ്രമം, പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ മൃതദേഹമാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്. ദൗർഭാഗ്യവശാൽ ജോയി എന്ന പാവ മനുഷ്യൻ ഇന്ന് ഈ ലോകത്തില്ല. പക്ഷേ ഈ പ്രശ്നത്തിൽ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഉത്തരവാദി ആരാണ് എന്നത് ആരും ചർച്ച ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ ആ സത്യം മൂടി വെച്ചുകൊണ്ട് സർക്കാരിനെതിരെയും CPM-നെതിരെയും എല്ലാം വലിയ വിമർശനങ്ങൾ ഉയർത്താനാണ് ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ നോക്കൂ, ഈ സംഭവം നടന്നത് റെയിൽവേയുടെ സ്ഥലത്താണ്. സംഭവത്തിൽ ഉൾപ്പെട്ടത് റെയിൽവേ കരാറ് കൊടുത്ത കരാറുകാരൻ്റെ ജീവനക്കാരനാണ്. ഈ റെയിൽവേ ഈ സംഭവം നടന്നപ്പോൾ ആ വഴി തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ല. ഈ സംഭവം പുറത്തു വന്നയുടൻ ആദ്യം അവിടെ ഓടിയെത്തുന്നത് തിരുവനന്തപുരം മേയറും കോർപ്പറേഷൻ്റെ സംവിധാനങ്ങളും മന്ത്രി V ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള ആളുകളുമാണ്. എന്തിനാണ് ഇത്തരത്തിൽ കോർപ്പറേഷനെയും സർക്കാരിനെയും പഴിചാരുന്നൊരു സമീപനം ഇതിൽ ഉണ്ടായത്? യാഥാർത്ഥ്യം എന്താണ് യഥാർത്ഥത്തിൽ നടന്നത്? നോക്കൂ, നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയാം, കഴിഞ്ഞ ഒരു 40-40 മണിക്കൂർ ആളായിട്ട് ഈ വിഷയം പൊതുമാധ്യമ രംഗത്ത് വളരെ സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ലൈവായിട്ട് തന്നെ ടെലികാസ്റ്റ് പല മാധ്യമങ്ങളും നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മളിപ്പോൾ ഞാൻ റെയിൽവേയുടെ വക്കാലത്ത് പിടിക്കാൻ വന്ന വ്യക്തിയൊന്നുമല്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം, നമ്മൾ റെയിൽവേയെ കുറ്റം പറയുമ്പോൾ ഒരു നഗരത്തെ സംബന്ധിച്ചിടത്തോളം ആ നഗരത്തിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തേണ്ട കടമ ഒരു നഗരത്തിന് നേതൃത്വം കൊടുക്കുന്ന നഗരസഭയ്ക്കാണ്. ആ നഗരസഭ കഴിഞ്ഞ കുറച്ച് നാളുകളായി അല്ലെങ്കിൽ ഒരു 10-30-40 വർഷക്കാലമായി തുടർച്ചയായി ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന ആ മുന്നണിയും അതിന് നേതൃത്വം കൊടുക്കുന്ന CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുമാണ്. അപ്പോൾ ആ കഴിഞ്ഞ 10-40 കൊല്ലക്കാലമായി ഈ നിരന്തരമായിട്ടുള്ള ഈ മാലിന്യ പ്രശ്നം ഈ തിരുവനന്തപുരം നഗരസഭയെയും അതുപോലെ തന്നെ നഗരത്തെയും വളരെ ദുഷ്കരമായി ബാധിച്ചിരിക്കുന്ന ഒരു വലിയൊരു വിഷയമാണ്. നിരവധി തവണ BJPയുടെ കൗൺസിലർമാരുൾപ്പെടെ നഗരസഭയിൽ പ്രത്യേക കൗൺസിൽ ഒരു 7-8 തവണ എനിക്ക് തോന്നുന്നു ഈ വിഷയം മാത്രം മുൻനിർത്തിക്കൊണ്ട് കൗൺസിൽ യോഗം വരെ നടത്താൻ വേണ്ടിയിട്ട് പ്രത്യേക കൗൺസിൽ വിളിച്ചു കൂട്ടുകയുണ്ടായി. ആ കൗൺസിൽ യോഗത്തിൽ ഉൾപ്പെടെ നടത്തിയിട്ടുള്ള സംഭവ വികാസങ്ങളെക്കുറിച്ച് നമുക്കറിയാം. അന്ന് മാധ്യമ രംഗത്ത് പ്രവർത്തിച്ചിരുന്നവർക്കും എല്ലാവർക്കും അറിയാവുന്നതാണ്. അന്ന് ഈ വിഷയങ്ങളെയൊക്കെ വെച്ചുകൊണ്ട് നഗരസഭയിൽ ഈ യോഗം വിളിക്കുകയും ആ യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് ഈ നഗരസഭയ്ക്ക് സാധിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും നടപടികൾ ഇതിനു വേണ്ടി സ്വീകരിച്ചിട്ടുണ്ടോ? ഇതിൽ പ്രസക്തമായൊരു വിഷയം, ഈ ചർച്ചയ്ക്ക് നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന സബ്ജക്ട് എന്ന് പറയുന്നത് റെയിൽവേക്ക് ഇക്കാര്യത്തിൽ ഒഴിയാനാകുമോ എന്നുള്ളതാണ്. നഗരസഭയുടെ വിഷയം പലതവണ നമ്മൾ ചർച്ച ചെയ്തതാണ്, അതിലേക്ക് വരാം. പക്ഷേ നമ്മൾ ഉന്നയിക്കുന്ന ഫോക്കസ് പോയിന്റ് റെയിൽവേക്ക് ഈ പ്രശ്നത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയുമോ? ചില കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഈ സംഭവം നടന്നത് എവിടെയാണെന്ന് പറഞ്ഞു. ഏത് സാഹചര്യത്തിലാണ് ജോയി എന്ന ഹതഭാഗ്യന് ഈ മാലിന്യം നിറഞ്ഞ ടണലിലേക്ക് ഒരു ആയുധം പോലുമില്ലാതെ, ഒരു ഗ്ലൗസോ കാലുറയോ ഒന്നുമില്ലാതെ ഇറങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ചെല്ലാം ഞാൻ ചൂണ്ടിക്കാട്ടി. ഞാൻ അതിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. അല്ല, ഞാൻ അതാണ് പറഞ്ഞു വരുന്നത്. ഞാൻ ആ വിഷയത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ വിഷയം ഈ നമ്മുടെ തിരുവനന്തപുരം നഗരസഭയുമായി ബന്ധപ്പെട്ട് മാലിന്യ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ആ കൗൺസിൽ യോഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനുള്ള കാരണം അതാണ്. വിഷയങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം നഗരസഭയിലെ ഈ റെയിൽവേയുടെ ഭാഗത്ത് മാത്രമാണ് ഈ മാലിന്യങ്ങൾ കുന്നുകൂടുകയും അല്ലെങ്കിൽ മറ്റ് പ്രദേശങ്ങളിൽ മാലിന്യം ഇല്ലാതിരിക്കുകയും ചെയ്ത സമയത്താണ് ഈ സംഭവം നടന്നതെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യത്തെ പ്രസക്തിയുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ഈ തോടിൻ്റെ 170 മീറ്റർ മാത്രമാണ് റെയിൽവേയുടെ ഭൂമി എന്ന് പറയപ്പെടുന്നത്. 117 മീറ്റർ. ആ 117 മീറ്ററിന് അകത്ത് മാത്രമല്ല മാലിന്യം അതിന് ഈ 117 മീറ്ററിൻ്റെ ഇടതുവശത്തും വലതുവശത്തും ഉള്ള ഭാഗങ്ങൾ നമ്മൾ പോയി പരിശോധിച്ച് നോക്കണം. നിങ്ങൾക്ക് മാധ്യമ റിപ്പോർട്ടർമാരുണ്ടല്ലോ, അവരെ വിട്ടത് പരിശോധിച്ച് നോക്കണം. അവിടെ കുന്നുകൂടി കിടക്കുന്ന മാലിന്യം, ആ മാലിന്യം എവിടെ നിന്നാണ് വരുന്നത്? ഈ റെയിൽവേ
റെയിൽവേക്കകത്തേക്ക് ഈ മാലിന്യം എങ്ങനെയാണ് എത്തുന്നത്? ഈ വിഷയങ്ങളും കൂടെ നമ്മൾ ചർച്ച ചെയ്യണം. റെയിൽവേയുടെ കോമ്പൗണ്ടിനകത്ത് മാലിന്യം എങ്ങനെയാണ് എത്തുന്നത്? ആ മാലിന്യം ഈ നഗരത്തിന്റെ പല ഭാഗങ്ങളിൽ തമ്പാനൂർ മുതൽ നമ്മുടെ ഏകദേശം ബേക്കറി പറയുമ്പോൾ തന്നെ അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് 117 മീറ്റർ ആണ് ഈ റെയിൽവേയുടെ പരിധിയിൽ വരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ നോക്കൂ, ഈ ഏറ്റവും വലിയ അപകടം കേരളത്തിൽ, ഒരുപക്ഷേ കേരളം ഇത്ര വലിയ മേൽ ആശങ്കപ്പെട്ട ഒരു ദാരുണ സംഭവം നമുക്ക് മുന്നിലില്ല. ഈ രക്ഷാപ്രവർത്തകർക്കൊന്നും കടന്നു ചെല്ലാനാകാത്ത വിധത്തിൽ ഇത്രയും ദാരുണമായ ഒരു സംഭവം നടന്നത് റെയിൽവേയുടെ ടണലിനകത്താണ്. അവിടെയാണ് പ്രശ്നം. അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ആമയിഴഞ്ചാൻ തോട്ടിൽ നിന്നും റെയിൽവേയുടെ ഭൂമിയിലേക്ക് വരുന്ന സ്ഥലത്ത് പ്ലാസ്റ്റിക് ഫിഷർ വെച്ചിട്ടുണ്ട്, ഗ്രില്ല് വെച്ചിട്ടുണ്ട്. ഈ ഉയരുന്ന ചോദ്യം എന്ന് പറയുന്നത്, റെയിൽവേക്ക് മാലിന്യങ്ങളില്ലേ? ഈ മാലിന്യത്തിന്റെ സംസ്കരണം എവിടെയാണ് നടക്കുന്നത്? ഈ റെയിൽവേയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഖരമാലിന്യം അതെങ്ങോട്ടാണ് പോകുന്നത്? ഇത്തരം ചോദ്യങ്ങൾക്ക് കൂടി അവിടെയാണ് എന്റെ ചോദ്യം. അത് പരിശോധിക്കേണ്ടത് ആരാണ്? ഈ റെയിൽവേ കൃത്യമായി ഈ മാലിന്യ സംസ്കരണം നടത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ചുമതല ആർക്കാണ്? ഈ നഗരസഭയ്ക്കാണ്. എന്തുകൊണ്ട് ഈ നഗരസഭ ചെയ്തില്ല? ഇപ്പോൾ കത്തെഴുതിയ ഒരു MP ഒരു കാര്യം ചോദിച്ചുകൊള്ളട്ടെ. മേയർ പ്രശാന്ത് മേയറായിരുന്ന സമയത്ത് അവിടെ അത്തരത്തിലൊരു പരിശോധനയ്ക്കായി ചെന്നു. അവിടെ അവരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ മേയർക്കെതിരെ കേസെടുത്തു. ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടികൾ എടുത്തു. അവിടെ കടന്നു ചെല്ലാൻ കോർപ്പറേഷന് ഒരു അധികാരവുമില്ല എന്ന് വളരെ കൃത്യമായി താങ്കൾ ഉൾപ്പെടെയുള്ളവർക്കൊക്കെ അറിയാം. അല്ല, കോർപ്പറേഷന് കടന്നു ചെല്ലാൻ അനുവാദം ഇല്ലെന്ന് ആരാ പറഞ്ഞത്? അതിന് നിയമപരമായിട്ട് പല അങ്ങനെയല്ലല്ലോ കടന്നു ചെല്ലാൻ. മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ് മേയർ പ്രശാന്ത് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഈ റെയിൽവേ ഭൂമിയിലേക്ക്, റെയിൽവേ കോമ്പൗണ്ടിലേക്ക് കടന്നു ചെല്ലുന്നത്. നീലിമ, ഒന്നുകിൽ എനിക്ക് സംസാരിക്കാനുള്ള അവസരം തരണം. നീലിമ ഇല്ലെങ്കിൽ നീലിമ സംസാരിക്കണം. ഞാൻ പറയുന്നത്, ഈ ഇതിന് നടപടി എടുക്കേണ്ടത് കോർപ്പറേഷനുകളാണ്. ഈ ഒരു നഗരസഭയ്ക്കകത്ത് മാത്രമല്ലല്ലോ ഈ റെയിൽവേ ഉള്ളത്. മറ്റു ഒരുപാട് നഗരസഭയ്ക്കകത്ത് റെയിൽവേ ഉണ്ട്. അവിടെ ഇതുപോലെ കനാലുകൾ കടന്നു പോകുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെയൊന്നും ഇല്ലാത്ത പ്രശ്നം എന്തുകൊണ്ടാണ് തിരുവനന്തപുരം നഗരസഭയിൽ മാത്രം ഉണ്ടാകുന്നത്? അതാണ് താങ്കളുടെ സംശയം.